വളരെ സിമ്പിളായി നമുക്കൊരു ബാഗ് സ്റ്റിച്ച് ചെയ്യാം. അതിനായി 4 പീസ് ക്ലോത്തും 4 പീസ് പേപ്പർ സ്റ്റിഫും എടുക്കണം. 2 പീസ് മെയിൻ ക്ലോത്തും 2 പീസ് ഇന്നർ ക്ലോത്തും പിന്നെ 4 പേപ്പർ സ്റ്റിഫും എടുക്കണം. അത് ഇത് 2 മെയിൻ പീസ്, ഇത് 2 ഇന്നർ പീസ്. ഈ സ്റ്റിഫ് വെച്ചാൽ തുണിക്കൊരു കട്ടിയുണ്ടാവൂ. അതിനാണ് നമ്മൾ പേപ്പർ സ്റ്റിഫ് എടുക്കുന്നത്. ഇനി നമുക്കിതിനെ അയൺ ചെയ്ത് എടുക്കാം. അങ്ങനെ ഇത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിൻ്റെ അകലം എന്ന് വെച്ചാൽ 11.5 ഇഞ്ചാണ് അതിൻ്റെ അകലം. അതിനെ നമ്മൾ കമത്തി വെച്ച് ഒരു റൗണ്ട് വരയ്ക്കുക. അങ്ങനെ റൗണ്ട് വരച്ചു. എന്നിട്ട് നമുക്ക് ആ പ്ലേറ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഈ തുണികൾ തമ്മിൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പിന്ന് അതിൽ കുത്തിവെക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാറാതിരിക്കാനാണ്. എന്നാൽ നമുക്ക് അടുത്തത് അത് കട്ട് ചെയ്ത് അതിൻ്റെ ആ റൗണ്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആ പിന്നുകളെ മാറ്റാം. അതിനുശേഷം നമുക്ക് 2 പീസുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ഇന്നർ പീസും ഒരു മെയിൻ പീസും. ആ ബ്ലാക്ക് വശത്തിൻ്റെ കൂടെ ഈ ക്ലോത്തും തമ്മിൽ വേണം നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു 3.5 ഇഞ്ച് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ 2 പീസിലും നമ്മൾ അതുപോലെ അടയാളപ്പെടുത്തണം. 3.5 ഇഞ്ച് 2 പീസിലും അടയാളപ്പെടുത്തണം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. 2 പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ റൗണ്ട് മറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക. എല്ലാ ഭാഗവും കട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ അത് മറിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ മറിച്ചെടുക്കുകയാണ്. അങ്ങനെ 2 പീസും മറിച്ചെടുത്തതിന് ശേഷം അയൺ ചെയ്തു എടുത്തു. അപ്പം നമ്മൾ ഈ കുറച്ച് 3.5 ഇഞ്ച് വിട്ടിരുന്ന ഭാഗവും അകത്തോട്ടാക്കി മറിച്ചിട്ട് തേച്ചു എടുത്തു. അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഒരു 3 ഇഞ്ച് അകലത്തിൽ നമ്മളൊരു അടയാളപ്പെടുത്തുക. അതിനുശേഷം അത് സ്കെയിൽ കൊണ്ട് സ്ട്രൈറ്റായി വരയ്ക്കുക. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് 2 ഭാഗത്തോട്ടാക്കി അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറുവശത്ത് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതും സ്കെയിൽ കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് മടക്കി 2 ഭാഗവും അതുപോലെ മടക്കി അയൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ട്രാപ്പ് എടുക്കുക. തുണിയിൽ സ്ട്രാപ്പ് ആവാം, നമുക്ക് വാങ്ങുന്ന സ്ട്രാപ്പും ആവാം. 35 ഇഞ്ച് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്തുക. നമ്മൾ ഈ മടക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ കണ്ടെത്തുക. എന്നിട്ട് താഴോട്ട് അടയാളപ്പെടുത്തുക. അതിൻ്റെ 2 വശങ്ങളിലായി 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. രണ്ട് വശവും അതുപോലെ സെൻറ്റർ കണ്ട് അടയാളപ്പെടുത്തുക. 2 സൈഡിലോട്ടും 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ സ്ട്രാപ്പ് അതിനുള്ളിലോട്ടാക്കി വയ്ക്കുക. 2 വശവും ഒരു സ്ട്രാപ്പിൻ്റെ 2 വശം ഒരു സൈഡിൽ പിടിപ്പിക്കുക. അങ്ങനെ നമുക്കത് 2 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഒട്ടിപ്പ് വെൽക്രം വെച്ച് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. സിമ്പിളായി ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 വശവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് മറിച്ച് ഇട്ടു നല്ല ഭാഗം വെച്ച് നമുക്ക് ആ ബാക്കി സൈഡ് ഭാഗം രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ 2 കോർണറും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 വശത്തെ കോർണറും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാഗ് മറിച്ചിടാം. അങ്ങനെ മറിച്ചെടുത്തു. വളരെ സിമ്പിളായ ഒരു ബാഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബാഗായി. ഇനി നമുക്ക് ആ ബെൽറ്റ് ഓരോ ബട്ടൺ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത്യാവശ്യം ഉള്ളുള്ള ഒരു ബാഗ്, സിമ്പിൾ ബാഗ്. ഇനി നമുക്ക് ആ സ്ട്രാപ്പിൽ ഓരോ ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ആ സ്ട്രാപ്പ് മറിഞ്ഞ് ഇനി താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഓരോ ബട്ടൺ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അത് കാണാനൊരു ഷോയും ആയിരിക്കും. ആ സ്ട്രാപ്പ് മറിഞ്ഞു വരികയുമില്ല. അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞ് വളരെ മനോഹരമായ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബാഗ്. നിങ്ങൾക്കും ഇതുപോലെ കയ്യിലുള്ള കട്ടിംഗ് പീസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ.
എല്ലാവർക്കും ഇഷ്ടമായല്ലോ കൂട്ടുകാരെ.